In this first chapter, we have to learn medieval India. There are two pictures shown here. Are you familiar with these pictures? The first picture is Red Fort and the second is Hampi. The first picture, Red Fort, it was built in Delhi during the period of late Emperor Shah Jahan. On the Independence Day, our Prime Minister hoisted the national flag at the Red Fort. The second image is Hampi. Hampi was the capital of Vijaya city which existed in South India. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മധ്യകാല ഇന്ത്യ. ആദ്യം തന്നെ രണ്ട് പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പിക്ചർ? ഒന്ന് ചെങ്കോട്ടയുടെ പിക്ചറും മറ്റേത് ഹംപിയുമാണ്. ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ചതാണ് ചെങ്കോട്ട. നമ്മുടെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിൽ ഇവിടെയാണ് ദേശീയ പതാക ഉയർത്തുന്നത്. ഹംപി എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി. Now the next thing we have to learn in this is about Mughal rule. Mughal rule begins in 1526. Babur is known as the founder of the Mughal rule. Mughal rule lasted till 1857. Delhi was the headquarters of Mughal rule. 1526 മുഗൾ ഭരണം ആരംഭിക്കുന്നത്. മുഗൾ ഭരണത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ബാബറാണ്. മുഗൾ ഭരണം അവസാനിക്കുന്നത് 1857. മുഗൾ ഭരണത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. Now we have to learn here about the main rulers of the Mughal period and their period of rule. The first of the important ruler is Babur, whose period of rule from 1526 to 1530. The second most important ruler is Humayun. Its period of rule from 1530 to 1540 and 1555 to 1556. Akbar is known as the third most important Mughal emperor. Akbar period of rule was from 1556 to 1605. The next important supreme ruler is known as Jahangir. Its period of rule from 1605 to 1627. The fifth most important supreme Mughal ruler is known as Shah Jahan. Shah Jahan's period of rule from 1628 to 1658. Aurangzeb is known as the next important supreme ruler. His period of rule was from 1658 to 1707. അടുത്തതായിട്ട് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട മുഗൾ രാജാക്കന്മാരും അവരുടെ ഭരണകാലഘട്ടത്തെയും കുറിച്ചാണ്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് മുഗൾ ഭരണത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ബാബർ. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1526 മുതൽ 1530 വരെയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തി ഹുമയൂൺ. ഇദ്ദേഹത്തിൻ്റെ ഭരണ പീരീഡ് എന്ന് പറയുന്നത് ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് 1530 മുതൽ 1540 വരെയും 1555 മുതൽ 1556 വരെയുമാണ്. ഇനി അടുത്തത് അക്ബർ ചക്രവർത്തി. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1556 മുതൽ 1605 വരെയാണ്. അടുത്ത മുഗൾ ചക്രവർത്തി ജഹാംഗീർ. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1605 മുതൽ 1627 വരെയാണ്. അഞ്ചാമതായിട്ട് നമ്മൾ പഠിക്കുന്ന മുഗൾ ചക്രവർത്തി ഷാജഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1628 മുതൽ 1658 വരെയാണ്. അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാരിൽ ഒരാളാണ് ഔറംഗസേബ്.
ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1658 മുതൽ 1707 വരെയാണ്. The map given in this figure shows the area covered by Mughal rule during Aurangzeb era. This map indicates that apart from today's India, the Mughal rule extended to the neighboring countries. Mughal rule spread to neighboring countries like Afghanistan, Bangladesh and Pakistan. അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലുള്ള ഭരണം എവിടെയെല്ലാം വ്യാപിച്ചിരുന്നു എന്ന് കാണിക്കുന്നതാണ്. ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? അന്നത്തെ ഭരണ ഏരിയ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അത് നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു. ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് മുഗൾ ഭരണം വ്യാപിച്ചിരുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? അതാണ് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. അപ്പം 4 രാജ്യങ്ങളിലായിട്ടാണ് മുഗൾ ഭരണം ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ വ്യാപിച്ചിരുന്നത്. അത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. Let's end today's class. Let me give you a little note of this class. Reading it together will give you a clear idea of what we have to learn so far. Stopping then, have a nice day everyone. Thank you. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു നോട്ടും കൂടെ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. അതും കൂടെ നിങ്ങളൊന്ന് എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇന്നെടുത്ത ടോപ്പിക്ക് ഒന്നും കൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഏതായാലും ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു. Chapter 1, Medieval India. Red Fort, built in Delhi during the period of late Emperor Shah Jahan. On the Independence Day, our Prime Minister hoisted the national flag at the Red Fort. Hampi. Hampi was the capital of Vijaya city which existed in South India. Mughal rule. Mughal rule begins in 1526. Babur is known as the founder of the Mughal rule. Mughal rule lasted till 1857. Delhi was the headquarters of Mughal rule. The main rulers of Mughal period: Babur, Humayun, Akbar, Jahangir, Shah Jahan and Aurangzeb. The map given, this indicates Mughal rule during Aurangzeb era. This map indicates apart from today's India, the Mughal rule extended neighboring countries like Afghanistan, Bangladesh and Pakistan. Have a nice day everyone. Thank you.